നമസ്കാരം. ലോകത്ത് ഏറ്റവും കൂടുതൽ അറിവുള്ള ഒരു വ്യക്തിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. നമ്മുടെ കേരളത്തിലാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നത് എന്ന് വല്ലാത്തൊരു അത്ഭുതമാണ്. നമ്മൾ ഇത്രയും കാലം അദ്ദേഹത്തിന്റെ അറിവും ആ പരിജ്ഞാനവും നമ്മൾ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് എന്താ പറയാ നമ്മളൊക്കെ സ്വയം എടുത്ത് കണക്റ്റിലിടാൻ തോന്നുന്നത്. മൈത്രേയൻ കഴിഞ്ഞ ദിവസം സംസാരിക്കുന്ന കേട്ടോ. മൈത്രേയനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മൈത്രേയന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. വീഡിയോ ഒരു പക്ഷേ നേരത്തെ ഇറങ്ങിയതായിരിക്കാം, പലരും സംസാരിച്ചിട്ടുണ്ടാകാം, പല രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ടാകാം. പക്ഷെ എന്റെ രീതിയിൽ ഒരു കൃത്യമായൊരു മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. മൈത്രേയന്റെ ഒരു പ്രഖ്യാപനം ഇതായിരുന്നു. ചാനലിൽ എവിടെ ഇരുന്നാണ് തോന്നുന്നുണ്ട് സംസാരിച്ചത്. നിങ്ങൾ ഖുർആൻ 10 പൈസക്കില്ലാത്തൊരു മുതലാണ്. അതിനകത്ത് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു വാക്യം എടുത്ത് ഉച്ചരിച്ച് തരാമോ, എന്തെങ്കിലും ഒന്ന് അതിനകത്തുണ്ടോ എന്ന് ആക്ഷേപിക്കുന്നത് കണ്ടു. അവിടെ നിൽക്കട്ടെ, ഞാൻ മറുപടി പറഞ്ഞുതരാം. മൈത്രേയന് നല്ല ഒന്നാന്തരം മറുപടി ഞാൻ തരാം. ഇനി ഒരു മനുഷ്യനോട് ചോദിക്കാത്ത രീതിയിലുള്ള തെളിവുകൾ ഞാൻ എടുത്തു വെച്ചുതരാം. അവിടെ നിൽക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ. ഈ മത വിഭാഗങ്ങളെ, അത് ഹിന്ദു മതമായാലും ക്രിസ്തു മതമായാലും ഇസ്ലാം മതമായാലും മറ്റേത് മതമായാലും, ഈ മതങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയൊക്കെ ഹനിച്ച് അവരെയൊക്കെ ആക്ഷേപിച്ചില്ല എന്നുണ്ടെങ്കിൽ മൈത്രേയൻ എന്തോ ഒരു സുഖം കിട്ടൂലേ? അതോ അവരെയൊക്കെ ഹനിക്കുന്നതും അവരുടെയൊക്കെ ആക്ഷേപിക്കുന്നതുമാണോ മൈത്രേയന്റെ സുഖം എന്ന് പറയുന്നത്? ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുകയാണെന്നുള്ളത്, മൈത്രേയന് ദൈവം ഇല്ല എന്നുള്ള വിശ്വാസമാണ്. ദൈവത്തിൽ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ വിശ്വസിക്കണ്ട. എന്തിനാണ് മറ്റുള്ളവരെ അത് വിശ്വസിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ യൂസ്ഫുൾ ഓർ നോട്ട് എന്നുള്ള സിദ്ധാന്തം വിശ്വസിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് അനുഗുണമായത്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് നിങ്ങൾ ഉൾക്കൊള്ളുന്നു, നിങ്ങൾ ആ വിധത്തിൽ ജീവിക്കുന്നു. അതേസമയം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് അത്തരത്തിലുള്ള യാതൊന്നും തന്നെ നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. സത്യത്തിൽ നിങ്ങൾ ഉൾക്കൊണ്ട് നടക്കുന്ന പല കാര്യങ്ങളുമല്ല, ബഹുഭൂരിപക്ഷം കാര്യങ്ങളും ഇവിടെയുള്ള മറ്റു വിഭാഗങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും. ഈ 3 വേദഗ്രന്ഥങ്ങളും പരിശോധിച്ചിട്ട് എനിക്കതിനകത്ത് നന്മയല്ലാതെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് 3 പഠിച്ചിട്ടൊരു വ്യക്തിയാണ്. ഇത് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്, എന്തിനായി തമ്മിൽ അടി കൂടുന്നത് എന്ന് അറിയാൻ വേണ്ടി പഠിച്ചതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ അടി കൂടുന്നവർക്ക് അവരാരും തന്നെ ഈ വേദഗ്രന്ഥങ്ങളൊന്നും നോക്കിയിട്ടില്ല. അത് ഹിന്ദുവിന്റെ വേദഗ്രന്ഥം മുസ്ലിം നോക്കിയിട്ടില്ല, ക്രിസ്ത്യാനി നോക്കിയിട്ടില്ല, ക്രിസ്ത്യാനിയുടേത് ഹിന്ദു മുസ്ലിം നോക്കിയിട്ടില്ല, ഇനി ഹിന്ദുവിൻ്റെത് ക്രിസ്ത്യനും മുസ്ലിമും നോക്കിയിട്ടില്ല. ഇത് ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ പരസ്പരം കലഹിക്കുകയുമില്ല. ഇതെല്ലാം ഒന്ന് തന്നെയാണെന്ന് വായിച്ചു നോക്കുന്ന ഏതൊരു മരപ്പൊട്ടനും മനസ്സിലാവും. അത് പക്ഷെ മരപ്പൊട്ടനെ മനസ്സിലാവും, അത് മൈത്രേയന് മനസ്സിലാക്കണമെന്നില്ല. മൈത്രേയൻ അത്തരത്തിൽ വേദപുസ്തകങ്ങൾ വായിച്ചു, ഞാൻ എന്തൊക്കെയൊക്കെ മറിച്ചു എന്നൊക്കെ പറയുന്നെങ്കിൽ ഇല്ല മൈത്രേയൻ, താങ്കൾ ഒരു ഒറ്റ വേദപുസ്തകം വായിച്ചിട്ടില്ല. അത് കൃത്യമായി വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ, അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ഡയലോഗ് അടിച്ച് സ്വയം നാണകടേണ്ട ഒരു സാഹചര്യമില്ലായിരുന്നു. ഇനി മുസ്ലിമിന്റെ വേദഗ്രന്ഥത്തിൽ എന്താണ് ഉള്ളത്, എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ മദ്രസയിൽ എന്തോ പൊട്ടത്തരമാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെയാണ് മൈത്രേയൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ മൈത്രേയൻ, നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ഈ കൊച്ചു കേരളത്തിൽ തന്നെയല്ലേ ജീവിക്കുന്നത്? ശരിയാണോ? ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ചുറ്റുവട്ടത്തൊന്ന് നോക്കണം. നിങ്ങൾ നേരെ നോക്കി എങ്ങനെയെങ്കിലും നടന്നിട്ട് കാര്യമില്ല. തിരിച്ചങ്ങോട്ട് ആക്ഷേപിക്കാനും ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ ദിവസം കുറെ ആൾക്കാർ നിൽക്കുമ്പോൾ എന്റെ സുഹൃത്തുക്കൾ എന്ന് താങ്കൾ പറയുന്നത് കണ്ടു. സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ അതിൽ ജയശ്രീ ഉണ്ട്, കനികുശ്രുതി ഉണ്ട്, മറ്റുള്ളവരുമുണ്ട്. ജയശ്രീയും കനികുശ്രുതിയും ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അവരൊക്കെ എന്റെ സുഹൃത്തുക്കൾ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. നമ്മൾക്കൊക്കെ ഒന്നും അങ്ങനെയുള്ള ഒരു സുഹൃത്തുക്കളല്ല. ഒന്ന് നമ്മുടെ നല്ല പാതി നമ്മുടെ ഇണയാണ്, മറ്റേ നമ്മുടെ മകളാണ്. അത് മകളായിട്ട് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അവളെ ഒരു സുഹൃത്തിനെ പോലെ എന്ന് പോലും പറയാൻ പറ്റുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഒന്ന് പറയാം, ഞങ്ങൾ സുഹൃത്തുക്കൾ പോലെയാണ് എന്ന് പറയാം. പക്ഷെ ഒരിക്കലും സുഹൃത്തായി കാണാൻ കഴിയില്ല. പബ്ലിക്കിനോട് ഞങ്ങൾ സുഹൃത്തുക്കളാണെന്ന് പറയില്ല. സുഹൃത്തുക്കൾ തമ്മിൽ പലതും പറയും, പല കാര്യങ്ങളും സംസാരിക്കും. എന്നാൽ ഒരു മകനോടും അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കില്ല. അത്തരത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ മൈത്രേയൻ ഒരു മനുഷ്യനല്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് മൈത്രേയനോട് പലരും സംസാരിക്കാൻ വരാത്തത്. കാരണം മനുഷ്യന്മാരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, മൈത്രേയനോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും മൈത്രേയൻ ഒരു മനുഷ്യനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മൈത്രേയൻ ഒരു തെളിവ് ഞാൻ തരണമല്ലോ. ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ എത്ര വൃദ്ധസദനം ഉണ്ടെന്നറിയോ? എത്ര വൃദ്ധസദനം ഉണ്ട് കേരളത്തിൽ? ആ വൃദ്ധസദനങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വൃദ്ധസദനം, ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു വൃദ്ധസദനം നടത്തുന്നതായിട്ടോ ആ മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള ആരെങ്കിലും വൃദ്ധസദനത്തിൽ ഉള്ളതായിട്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റും? ബന്ധുക്കൾ നോക്കാത്തത് കൊണ്ടാണ്, ബന്ധുക്കൾ ഇല്ലാത്തത് കൊണ്ടല്ല. മക്കളോ മരുമക്കളോ മറ്റു ബന്ധുക്കളോ ആരും ഇല്ലാത്തത് കൊണ്ട് തെരുവിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയെ, അല്ലെങ്കിൽ ഒരു മുസ്ലിമായിട്ടുള്ള ഒരു വനിതയെ, അല്ലെങ്കിൽ ഒരു വല്യപ്പാനെ ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ നിങ്ങൾക്ക് കണ്ടേക്കാം. അതല്ലാതെ നിലവിൽ മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ മറ്റു ബന്ധുക്കളോ ജീവിച്ചിരിക്കെ ഒരു മുസ്ലിമിനെ വൃദ്ധസദനത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? ഇതെവിടെ പഠിച്ചതാണെന്നറിയാം? ഇത് മദ്രസയിൽ പഠിച്ചതാ, മദ്രസയിൽ പഠിപ്പിക്കുന്നതാണ്, വേദപുസ്തകം പഠിപ്പിച്ചതാ. വേദപുസ്തകത്തിൽ എന്ത് എഴുതി വെച്ചേക്കുന്നു നോക്കിയല്ലേ നിങ്ങൾ നടക്കുന്നത്. അതേ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ
മദ്രസയിൽ പഠിപ്പിച്ചു കൊടുത്ത് മാതാപിതാക്കളും അവർ കുടുംബ ബന്ധം സൂക്ഷിക്കലും ഒക്കെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തപ്പോൾ മാതാപിതാക്കളുടെ സംരക്ഷണമാണ് ഉത്തമ ജീവിതം എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു കൂട്ടരുണ്ടാക്കി ഇവിടെ. അങ്ങനെ പഠിച്ചിട്ടുള്ള ഒരു കൂട്ടരുണ്ടായി. അതുകൊണ്ടാണ് വൃദ്ധസദനത്തിലേക്ക് സ്വന്തം മാതാപിതാക്കളെ കൊണ്ടുവന്ന് തട്ടാത്തത്. ഏത് വിഭാഗം ആയിക്കോട്ടെ, ഇനി സുന്നിയാണോ മുജാഹിദാണോ തബ്ലീഗാണോ ജമാഅത്താണോ ഇനി മറ്റേത് വിഭാഗം എന്തോ ആയിക്കോട്ടെ, ഇവരെയൊക്കെ വേറിട്ടാണല്ലോ നിങ്ങൾ കാണുന്നത്. ഇവരൊക്കെ എന്ത് തന്നെ ആയിരുന്നാലും ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് നോക്കാനും കാണാനും കഴിയാത്തതുകൊണ്ട് മാതാപിതാക്കളെ വൃദ്ധസദനത്തേക്ക് തള്ളുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഖുർആൻ അടിസ്ഥാന പ്രമാണമായി വിശ്വസിക്കുന്ന ഒന്നിലും ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇത് തന്നെ പോരെ മൈത്രേയൻ? അതിനകത്ത് എന്ത് എഴുതി വെച്ചിരിക്കുന്നു തെളിയാൻ വേണ്ടിയിട്ട്. ഇനി ഇത് മറ്റേതെങ്കിലും വിഭാഗത്തിലുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അവരത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൂ. അവരുടെ വേദഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അത് പഠിപ്പിച്ചാൽ മതി. അവർക്കും മദ്രസകൾ തുടങ്ങിയാൽ മതി. ഹിന്ദുക്കൾക്ക് പഠിപ്പിക്കാൻ മദ്രസ എന്ന് പറഞ്ഞാൽ വേദപഠന കേന്ദ്രം എന്നല്ലേ ഉള്ളൂ. അത് പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥലം, അധ്യാപന കേന്ദ്രം, സ്കൂള്, അത്രയുള്ള അർത്ഥം. ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന ആലയങ്ങൾ തുടങ്ങുക. അതുപോലെ തന്നെ ബൈബിൾ പഠിപ്പിക്കുന്ന സംവിധാനം അവിടെ ഉണ്ട്. എന്നിട്ടും വൃദ്ധസദനങ്ങളുണ്ട്. അപ്പൊ കൃത്യമായി ദൈവം എന്താണ്, അവരുടെ ദൈവസങ്കല്പം എന്താണ്, ആ ദൈവസങ്കല്പത്തിൽ അവരുടെ വേദഗ്രന്ഥങ്ങളുടെ പ്രാധാന്യം എന്താണ്, എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്, മറ്റുള്ളവരെ കാണേണ്ടത് എങ്ങനെയാണ്, കുടുംബ ബന്ധങ്ങൾ എങ്ങനെയാണ് നോക്കേണ്ടത്, മറ്റുള്ളവരെ സഹായിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായി എല്ലാ വേദഗ്രന്ഥങ്ങളിലും മാർഗദർശനമുണ്ട്. അതവർ കാണാത്തതിന്റെ കുഴപ്പമാണ്. അത് ആ മതത്തിന്റെ കുഴപ്പമല്ല. അവരുടെ പുരോഹിതന്മാർ അത് പഠിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് വൃദ്ധസദനങ്ങളിൽ അത്തരം മറ്റു മതങ്ങളുടെ മാതാപിതാക്കൾ, വൃദ്ധരായവർ ചടച്ചുകൂടുന്നത്. എന്നാൽ അവരും പഠിപ്പിക്കാൻ തയ്യാറായാലോ ഒരിക്കലും അത്തരത്തിൽ വൃദ്ധസദനം എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ ഉണ്ടാകേണ്ടി വരില്ല. ഏത് തന്നെ ആയിരുന്നാലും മൈത്രേയനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മറുപടി തന്നെ മതി. ഖുർആനിലെ ആയത്തും തിരക്കി അതിന്റെ അർത്ഥവും തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. മൈത്രേയനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ഖുർആനിന്റെ ഒരു ആയത്ത് പറഞ്ഞു തന്നാൽ അതിന്റെ അപ്പുറം നോക്കാതെ അതിനൊരു അർത്ഥം എടുത്തുകൊണ്ട് അതിനെ നഖശികാന്തം ആക്ഷേപിക്കാനേ മൈത്രേയൻ വിചാരിക്കുള്ളൂ. അത് മനസ്സിലാക്കി എന്താണെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല, അല്ലെങ്കിൽ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ തയ്യാറാവില്ല. മൈത്രേയന്റെ ഇന്റർവ്യൂസിൽ മുഴുവൻ മറ്റുള്ളവരെ അടച്ചിരുത്തി അതല്ല ശരി എന്ന് പറഞ്ഞുകൊണ്ട് മണ്ടക്കടിക്കുന്നതാണ് കാണുന്നത്. മൈത്രേയൻ കരുതുന്നത് ഇതൊക്കെ ബാക്കിയുള്ളവർ കണ്ട് രസിക്കുകയാണെന്ന്. നിങ്ങളെ ഈ സംസാരം ഉണ്ടല്ലോ അത് രസിക്കുകയാണ്. നിങ്ങൾ എങ്ങനെ ജീവിച്ചോളൂ. ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ലക്കും ദീനിക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ രീതി ജീവിക്കാം, ഞങ്ങളുടെ രീതി ജീവിക്കും, മറ്റുള്ളവർ അവരുടെ രീതി ജീവിക്കും. നിങ്ങൾ അവരെ പോലെയോ അവർ നിങ്ങളെ പോലെ ആക്കാനോ നിങ്ങൾ നോക്കണ്ട. അത് നടക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയും മകളും മറ്റുള്ളവരുമെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടോ ഭാര്യയും മകളുമായിട്ടോ ഇനി അതല്ല മറ്റകന്ന ബന്ധുക്കളായിട്ടോ ആരായിട്ടോ നിങ്ങൾ കണ്ടോളൂ. എങ്ങനെ നിങ്ങൾ നിന്നോളൂ. നിങ്ങൾ ഖുർആൻ പഠിക്കണമെന്നോ മറ്റു വേദങ്ങൾ പഠിക്കണമെന്നോ ഹിന്ദുവിന് മാർക്കിടണമെന്നോ ക്രിസ്ത്യന് മാർക്കിടണമെന്നോ ഞാൻ പറയില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കാനെങ്കിലും മൈത്രേയൻ ഒന്ന് ശ്രമിക്കണം. താങ്കൾ ഖുർആൻ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ യാതൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞപ്പോ ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന വലിയൊരു സമൂഹത്തിൽ നിന്ന് ജീവിതത്തിന്റെ അവസാന പാദത്തിലേക്ക് നടന്നെടുക്കുന്ന മാതാപിതാക്കളെ, മുത്തശ്ശന്മാരെ, മുതുമുത്തശ്ശന്മാരെ, വയോവൃദ്ധരെ വൃദ്ധസദനത്തിലേക്ക് തള്ളാത്ത മനുഷ്യ മൂല്യമുള്ള ഒരു വിഭാഗത്തെ വാർത്തെടുക്കുന്ന ഒരു പുസ്തകമാണ്, ഒരു മതഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമാണ് അത് ഖുർആൻ എന്നതുകൊണ്ട് അതിനകത്ത് എന്തെഴുതി വെച്ചാലും എങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാലും ഒരു പിന്നാക്കം വരാനില്ല. കാരണം ഒരു സമൂഹത്തെ മുഴുവൻ സമുദ്ധരിക്കാൻ അത് ഉപകരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തുള്ളതെല്ലാം നല്ലതാണ് എന്ന് മനസ്സിലാക്കാൻ മനുഷ്യന്മാർക്ക് കഴിയും. പക്ഷെ അത് മൈത്രേയന് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. Different angles. Don't forget to subscribe and support this channel.